ഹമാസിന്റെ രഹസ്യ കേന്ദ്രങ്ങളായ തുരങ്കങ്ങൾ കണ്ടെത്തി എന്നും ഈ നിത്ര തുരങ്കങ്ങൾ തകർത്തു എന്നുമൊക്കെ ഇസ്രായേൽ സൈന്യമായ IDF അവരുടെ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം വീഡിയോ സഹിതം പുറത്തിറക്കുന്ന പ്രസ്താവനകളിൽ പറയാറുണ്ടായിരുന്നു. എന്നാൽ അന്നു മുതൽ ഇസ്രായേൽ വാദം തെറ്റാണ് എന്നും ഹമാസും ഹമാസിനെ അറിയുന്നവരും പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ഇസ്രായേൽ തന്നെ ആ സത്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹമാസിനെ തകർക്കാനായി കഴിഞ്ഞ 9 മാസമായി ആകാശത്തും ഭൂമിയിലും കടലിലും കരയിലുമൊക്കെ ഒരുപോലെ ആക്രമണങ്ങൾ നടത്തിയിട്ടും അവർക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആയിട്ടില്ല എന്ന് ഒടുവിൽ ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു എന്ന് ഇസ്രായേലിലെ ഒരു പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടെത്തി എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നവയെല്ലാം വെറും ഡമ്മി തുരങ്കങ്ങൾ ആയിരുന്നു എന്നും അവയെല്ലാം ഹമാസിന്റെ ശ്രദ്ധ തിരിക്കലിന്റെ ഭാഗമാണ് എന്നും വ്യക്തമാക്കപ്പെടുമ്പോൾ യഥാർത്ഥ തുരങ്കങ്ങൾക്ക് 563 മുതൽ 724 കിലോമീറ്റർ വരെ നീളമുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുമ്പോൾ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ചങ്കിടിപ്പ് ചെറുതല്ല. കാരണം ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഗാസ ആകെ കേവലം 100-ൽ താഴെ മാത്രം കിലോമീറ്ററുകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ്. പിന്നെ എവിടേക്കായിരിക്കാം ഈ 724 കിലോമീറ്ററുകളോളം നീളം വരുന്ന തുരങ്കങ്ങൾ ഹമാസ് തയ്യാറാക്കിയിട്ടുണ്ടാവുക? ഇസ്രായേലിനെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട കാര്യവും ഇവ തന്നെയാണ്. 1, തുരങ്കങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. 2, തുരങ്കങ്ങളുടെ നീളം. ഗാസ കുഴിച്ചു നോക്കിയിട്ടും തുരങ്കം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തുരങ്കങ്ങൾ ഇസ്രായേൽ നഗരമധ്യത്തിൽ ഇല്ല എന്ന് എങ്ങനെ ഇസ്രായേലിന് ഉറപ്പിക്കാൻ കഴിയും? ആ തുരങ്കങ്ങൾ ഇസ്രായേലിലേക്ക് നീളുന്നതാണോ എന്ന് ഹമാസിനല്ലാതെ മറ്റാർക്കൊക്കെ അറിയുമായിരിക്കാം. അങ്ങനെ സംശയിക്കാൻ വക നൽകുന്നതാണ് ഇത്രയും കിലോമീറ്ററുകൾ നീളുന്ന തുരങ്കങ്ങൾ എന്നതും ഇത്രമാത്രം ആഴത്തിൽ ബോംബിട്ടും JCBയും മറ്റു മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ചുമൊക്കെ ഇസ്രായേൽ അവരുടെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വരെ കുഴിച്ചു നോക്കിയിട്ടും അവർക്കതിൻ്റെ ആഴം കണ്ടെത്താൻ പറ്റിയില്ല എന്നത്. JCB ഉപയോഗിച്ച് ഇസ്രായേൽ ഭൂമി കുഴിച്ചു നോക്കിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ശൃംഖല അത്രമേൽ ആഴത്തിൽ പണിയണമെങ്കിൽ വർഷങ്ങളെടുത്ത് ഹമാസ് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹമാസ് ഭൂമിക്കടിയിൽ അവരുടെ സങ്കേതം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഒടുവിൽ ഈ സത്യം ഇസ്രായേൽ അംഗീകരിക്കുന്നതോടൊപ്പം അവർ ഹമാസിൻ്റെ തുരങ്ക ഭീഷണിയെ എങ്ങനെ മറികടക്കും എന്നറിയാതെ കുഴങ്ങുകയുമാണ്. ഒരു കേടുപാടുകളും സംഭവിക്കാതെ സയനിസ്റ്റ് ആക്രമണത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ 9 മാസത്തെ നിരന്തര ആക്രമണങ്ങൾക്കിടയിലും കാര്യക്ഷമമായി നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കരവ്യോമമാർഗമുള്ള ആക്രമണങ്ങൾ 9 മാസമായി നിരന്തരമുണ്ടായിട്ടും ഹമാസിന്റെ തുരങ്കങ്ങൾ പൂർണ്ണമായി തകർക്കാനായിട്ടില്ല. തുരങ്ക ശൃംഖലയുടെ ഭൂരിഭാഗവും ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നും അത് ഇസ്രായേലിന് സുരക്ഷാ ഭീഷണിയാണെന്നും അധിനിവേശ സൈന്യം കരുതുന്നതായും ടൈംസ് ഓഫ് ഇസ്രായേലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കൻ റഫയിലും വടക്ക് ഷുജയ്യയിലും ഹമാസ് തുരങ്കങ്ങൾക്ക് യാതൊരു കേടുപാടും വന്നിട്ടില്ല. ഹമാസിൻ്റെ എല്ലാ ഭൂഗർഭ പാതകളും മാപ്പ് ചെയ്യണം. ഇവ തകർക്കുന്നതിന് മുൻപായി അതിനുള്ളിൽ ഹമാസ് ഒരുക്കിയ കെണികളുടെയും ബന്ദികളുടെയും സാന്നിധ്യം പരിശോധിക്കണമെന്നുമൊക്കെയാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനികാതിർത്തിയിൽ ഏത് നിമിഷവും ആക്രമണം അഴിച്ചുവിടാൻ മാത്രം ഹമാസ് സജ്ജമാണെന്നുള്ള മുന്നറിയിപ്പും റിപ്പോർട്ട് നൽകുന്നു. ഇവ ഇല്ലാതെയാക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കുമെന്നതാണ് ഇസ്രായേൽ പറയുന്നത്. ഗസയിലെ ഹമാസ് തുരങ്കം ശൃംഖലയ്ക്ക് 563 മുതൽ 724 കിലോമീറ്റർ വരെ നീളമുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അടുത്തിടെ അറിയിച്ചിരുന്നത്.